നമ്മുടെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. തമിഴ്നാട്ടിൽ പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, കേരളത്തിലും നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന് അല്ലെങ്കിൽ തലയിൽ ഒരു ജലബോംബായി നിൽക്കുന്ന ആ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുന്നതിന് പുതിയ തമിഴ്നാട് മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തി അടിയന്തരമായ തീരുമാനമുണ്ടാക്കി കേരള ജനതയെ സംരക്ഷിക്കുവാനുള്ള ഒന്നാമത്തെ ദൗത്യം, പ്രധാനപ്പെട്ട ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുന്നത് വളരെ വിനീതമായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനാണ് ഇന്ന് ഇവിടെ എത്തിയത്. നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാൻ കേരള തമിഴ്നാട് തമിഴ്നാട് തമിഴ്നാട്ടുകാർക്ക് വെള്ളം ലഭിക്കണം. മുല്ലപ്പെരിയാർ കരാർ പുതുക്കുന്നതിനെതിരെ തമിഴ്നാട് ജനത രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിന്റെ ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ സത്യത്തിൽ ഭൂരിപക്ഷമില്ലെങ്കിലും പക്ഷെ അവരെല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്ന് ആ ഗവൺമെന്റ് രൂപീകരിച്ചു. അവർക്ക് പ്രധാനപ്പെട്ട വിഷയം ഗവൺമെന്റ് രൂപീകരിച്ചുകൊണ്ട് ആ നാടിന്റെ വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ സ്വല്പം തർക്കമുണ്ടായെങ്കിലും ഇതെല്ലാം പരിഹരിച്ച് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളീയരെ സംബന്ധിച്ച്, നമ്മുടെ നേതാക്കന്മാരെയൊക്കെ സംബന്ധിച്ച് ഇവിടെ ഒരുപക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിയാലും കേരളം നശിച്ചാലും ലക്ഷങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല. ഇവിടെ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നേതാക്കന്മാർ എല്ലാ പാർട്ടികളും പരസ്പരം യോജിച്ച് നിൽക്കാതെ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെങ്കിൽ തമിഴ്നാടിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെയും ഭരണപക്ഷവും അതോടൊപ്പം പ്രതിപക്ഷവും എല്ലാം കൈകോർത്ത് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പുതിയ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. അതോടൊപ്പം തന്നെ തമിഴ്നാടിന് ജലവും ലഭ്യമാക്കണമെന്നുള്ളതാണ് കേരളത്തിന്റെ ആ ചിന്താഗതി. അത് കൂടുതൽ ശക്തമാക്കുവാൻ പ്രിയപ്പെട്ട വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. തമിഴ്നാട്ടിലും ഒരു യുവാവായ പുതിയൊരു മുഖ്യമന്ത്രിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹവും ഇതിനോട് സഹകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള മുൻകൈ എടുക്കുവാൻ ബഹുമാനായ വി ഡി സതീശന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു.